പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മൂന്നാമത്തെ പാഠം, രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം പഠിക്കാം. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു കിത്തും സൂസും കൂടെ അടിയുണ്ടാക്കാൻ നോക്കിയിരുന്നു അല്ലേ? അപ്പോൾ സ്വാലിഹ് കുറച്ച് അരിമണി കൊണ്ടുവന്ന് സൂസിന് കൊടുത്തു. അങ്ങനെ കിത്തിൻ്റെയും സൂസിൻ്റെയും പ്രശ്നം തീർന്നു അല്ലേ? എന്നിട്ടോ സൂസ് അരിമണി തിന്നാൻ തുടങ്ങി. സൂസ് അരിമണി തിന്നുന്നത് കണ്ടപ്പോൾ കുറേ ആളുകൾ വന്നു. ആരൊക്കെ വന്നു? താറാവ് വന്നു, തത്ത വന്നു, പ്രാവ് വന്നു, വലിയ കോഴികൾ വന്നു. എല്ലാവരും കൂടെ അരിമണി തിന്നാൻ തുടങ്ങി. അങ്ങനെ അരിയൊക്കെ തിന്നു കഴിഞ്ഞ് പ്രാവ് നമ്മുടെ കിത്തിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പ്രാവ് കിത്തിനോട് എന്ത് പറഞ്ഞു? സ്വബാഹുൽ ഖൈർ. എന്താണ് പറഞ്ഞത്? സ്വബാഹുൽ ഖൈർ. എന്താ സ്വബാഹുൽ ഖൈർ? കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞു പ്രാവ്. അപ്പോൾ കിത്ത് എന്താണ് മറുപടി പറയുക? സബാഹുൻ നൂർ. സബാഹുൽ ഖൈർ എന്ന് പ്രാവ് പറഞ്ഞപ്പോൾ കിത്ത് സബാഹുൻ നൂർ എന്ന് പറഞ്ഞു. പിന്നെയോ, എന്നിട്ട് പ്രാവ് കിത്തിനോട് പറയുകയാണ്, അന ഹമാമത്ത്. ഞാൻ ഹമാമത്താണ്. പ്രാവിൻ്റെ പേരെന്താണ് അറബിയിൽ? ഹമാമത്തുൻ. പ്രാവ് പറഞ്ഞു, അന ഹമാമത്ത്. ഞാൻ ഹമാമത്താണ്. അപ്പോൾ കിത്ത് പറഞ്ഞു, അന കിത്തുൻ. ഞാൻ കിത്താണ്. അന എന്ന് പറഞ്ഞാൽ എന്താ? അന അന ഞാൻ. അന ഹമാമത്തുൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹമാമത്താണ്, ഞാൻ പ്രാവാണ്. അന കിത്തുൻ എന്ന് പറഞ്ഞാലോ, ഞാൻ കിത്താണ്, ഞാൻ പൂച്ചയാണ്. അപ്പോൾ മറ്റുള്ളവരും വന്നു. പൂവൻ കോഴി വന്നു. പൂവൻ കോഴി വന്നിട്ട് പറഞ്ഞു, അന ദീക്ക്. ഞാൻ ദീക്കാണ്, ഞാൻ പൂവൻ കോഴിയാണ്. പൂവൻ കോഴിക്ക് എന്താ പറയുക? ദീക്കുൻ. പിടക്കോഴിയും വന്നു. പിടക്കോഴി എന്ത് പറഞ്ഞു? അന ദജാജത്തുൻ. ഞാൻ ദജാജത്താണ്. അപ്പോൾ പൂവൻ കോഴിക്ക് ദീക്കുൻ എന്ന് പറയും, പിടക്കോഴിക്ക് ദജാജത്തുൻ എന്ന് പറയും. പിന്നെയോ, നമുക്കിവിടെ വായിച്ചു നോക്കാം. ആദ്യം പ്രാവിനെ കൊടുത്തിരിക്കുന്നു അല്ലേ? പ്രാവിൻ്റെ അടിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹമാമത്തുൻ, പ്രാവ്. ഇത് കിത്ത്. എഴുതിയത് വായിക്കൂ. കിത്തുൻ. അതിലെ ആദ്യത്തെ അക്ഷരം ചുവന്ന നിറത്തിലുണ്ട്. ആ അക്ഷരമാണ് ഖാഫ്. എന്താണ് ആ അക്ഷരത്തിൻ്റെ പേര്? ഖാഫ്. ഖാഫിൻ്റെ അടിയിൽ ഒരു കസ്ർ ഇട്ടിരിക്കുന്നു. കസ്റിട്ടാൽ ഖി എന്ന് വായിക്കും. കിത്തുൻ. അപ്പോൾ ഇതേതാണ് അക്ഷരം? ഖാഫ്. ഇനി ഇവിടെ എന്താണുള്ളത്? കോഴിയാണല്ലേ, പിടക്കോഴി. പിടക്കോഴിക്ക് എന്താ പറയുക? ദജാജത്തുൻ. ദജാജത്തുൻ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ചുവന്ന നിറത്തിലുള്ള അക്ഷരം ദാല്. ദാലിൻ്റെ മേലെ ഫത്ഹ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ദ എന്ന് വായിക്കണം. ദജാജത്തുൻ. ഇനി അടുത്തത് പൂവൻ കോഴിയാണല്ലേ, അതിനെന്താ പറയുക? ദീക്കുൻ. അതിൻ്റെ ഒന്നാമത്തെ അക്ഷരവും എന്താണ്? ദാലാണ്. ദാലിൻ്റെ അടിയിൽ കസറിട്ടിരിക്കുന്നു. ദാലിൻ്റെ അടിയിൽ കസറിട്ടാൽ ദി എന്ന് വായിക്കും. ഇവിടെ ദാലിന് ഫതഹാണ് ഇട്ടത്. ഫതഹ് ഇട്ടപ്പോൾ ദ എന്ന് വായിച്ചു. ഇവിടെയുള്ള ദാലിന് കസറിട്ടു അല്ലേ? കസറിട്ടപ്പോൾ ദി എന്ന് വായിച്ചു. അപ്പോൾ ഇത് ദീക്ക്, ഇത് ദജാജത്ത്. ഓക്കെ, രണ്ടിൻ്റെയും ആദ്യത്തെ അക്ഷരം ദാല്. ഇനി ഇവിടെയുള്ള ഇത് നിങ്ങൾ കളർ കൊടുക്കണം. ഇതേതാണ് അക്ഷരം? നിറം നൽകാത്ത, കറുപ്പ് നിറമില്ലാത്ത അക്ഷരം ഏതാണ്? നമ്മൾ മേലെ പഠിച്ചു, ഖാഫ് അല്ലേ? ഈ ഖാഫിന് നിറം നൽകുക. ഇങ്ങനെയാണ് ഖാഫ് എഴുതുക. ഒറ്റയ്ക്ക് എഴുതുമ്പോൾ, അവസാനത്തിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എഴുതും. പിന്നെയോ ആദ്യത്തിലാണ് എഴുതുന്നതെങ്കിലോ, ഫസ്റ്റാണ് ഖാഫ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ. എന്നിട്ട് അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് മറ്റുള്ള അക്ഷരങ്ങൾ എഴുതണം. ഖാഫ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറേ ബലൂണുകൾ കാണുന്നുണ്ടല്ലേ? 5 ബലൂണുകളുണ്ട്. ആ ബലൂണുകളിലൊക്കെ കുറേ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വാക്കുകളിൽ ഖാഫ് അല്ലേ, ഈ ഖാഫ് ഉള്ള ബലൂണുകൾക്ക് നിറം കൊടുക്കണം. നമുക്ക് ബലൂണിൽ ഖാഫ് ഉണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ ബലൂണിൽ കലമുൻ, ആദ്യത്തെ അക്ഷരം ഖാഫാണല്ലേ? അപ്പോൾ ഇതിന് നിറം കൊടുക്കണം. രണ്ടാമത്തെ ബലൂണിൽ ഖാഫ് ഉണ്ടോ?
കൽബുൻ എന്നാണ് എഴുതിയത്. അത് ഖാഫല്ല കാഫാണ് അല്ലേ, അതിന് നിറം കൊടുക്കണ്ട. മൂന്നാമത്തെ ബലൂണിലോ കാഫ് കാണുന്നുണ്ടോ നോക്കൂ, രണ്ടാമത്തെ അക്ഷരം കാഫാണ് അല്ലേ, ബക്കറത്തുൻ. ആദ്യത്തെ അക്ഷരം ബാ, രണ്ടാമത്തേത് ഖാഫ്, മൂന്നാമത്തേത് റാ, പിന്നെ താ. അപ്പം ബക്കറത്തുൻ എന്നതിൽ ഖാഫുണ്ട്, അതുകൊണ്ട് ഇതിനും നിറം കൊടുക്കണം. പിന്നെയോ ഇതിനോ റുമ്മാനാണത്. റുമ്മാൻ എന്നതിൽ കാഫ് കാണുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അതിന് നിറം കൊടുക്കേണ്ട. ഇതിൽ കാഫുണ്ടോ? ത്വരീഖുൻ, അവസാനത്തെ അക്ഷരം കാഫാണല്ലേ, അതുകൊണ്ട് ഈ ബലൂണിന് നിറം കൊടുക്കണം. ഓക്കെ, ബലൂണിന് നിറം കൊടുക്കുക. ദുബുൻ, ഇവിടെയുള്ള ആദ്യത്തെ അക്ഷരം ഏതാണ്? ദാല്. ദാലിന് കറുത്ത നിറം കൊടുത്തോളൂ. രണ്ടാമത്തെ അക്ഷരം ബാ, അതിന് നിറമുണ്ട്. ഇനി ഇവിടെ കുറേ വാക്കുകളുണ്ടല്ലേ, ഇതിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? ദാല് ഉള്ള കുറെ കള്ളികളാണുള്ളത് അല്ലേ, 5 കള്ളികളുണ്ട്. ഈ കള്ളികളിൽ ദാല് അക്ഷരം, ദാല് ഉള്ള കള്ളികൾക്ക് നിറം കൊടുക്കണം. ഈ കള്ളിയിൽ ദാലുണ്ടോ? ഉണ്ട്, ആദ്യത്തെ അക്ഷരം ദാലാണ്, ദൽവുൻ. അപ്പോൾ ഈ കള്ളിക്കൊരു നിറം കൊടുക്കുക. ഇനി ഇതിൽ ദാലുണ്ടോ എന്ന് നോക്കൂ, ദാലുണ്ടോ? ഇല്ല, ദാലില്ല, അപ്പോൾ ഇതിന് നിറം കൊടുക്കേണ്ട. ഇതിലോ? ഇതിൽ ദാലുണ്ട്, 2 ദാൽ ഇതിൽ കാണുന്നുണ്ടല്ലേ, അപ്പോൾ ഇതിന് നിറം കൊടുക്കണം. ഇതിൽ ദാലുണ്ടോ? ഇല്ല, ഇതിലില്ലാത്തതുകൊണ്ട് ഇതിന് നിറം കൊടുക്കണ്ട. ഇതിലോ? ഇതിൽ ഉണ്ട്. ഏതാണ് ദാല്? അവസാനത്തെ അക്ഷരം ദാലാണ്. നമ്മൾ മേലെയൊക്കെ പഠിച്ചത് ഇതേപോലെയാണ് ദാല് പഠിച്ചതല്ലേ, എന്നാൽ ഇവിടെ എന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? വലതുൻ എന്നാണ് ഇത് വായിക്കുക. അവസാനത്തെ അക്ഷരം ദാലാണ്. മറ്റുള്ള അക്ഷരത്തിന്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് ദാല് എഴുതുക. ഓക്കെ, അപ്പോൾ അത് ദാലാണ്, അതിനും നിറം കൊടുക്കുക. ഇനി ഇവിടെ ഒരു പാട്ടുണ്ട്, നമുക്ക് പാടി നോക്കാം. ഖിത്തി യസ്രി ഹൗലൽ ബൈത്തി ളില്ലുൻ ഇൻദി കുല്ലൽ വഖ്തി യജ്രി ജംബി വഖ്തൽ അക്ലി യംശി ഹുബ്ബൻ തൂലൽ ലൈലി ഉഅതി ഖിത്തി കിസ്റൽ ഖുബ്സി യസ്ദു ശുക്റൻ മാഉ മാഉ. ഒന്നുകൂടെ പാടാം. ഖിത്തി യസ്രി ഹൗലൽ ബൈത്തി ളില്ലുൻ ഇൻദി കുല്ലൽ വഖ്തി യജ്രി ജംബി വഖ്തൽ അക്ലി യംശി ഹുബ്ബൻ തൂലൽ ലൈലി ഉഅതി ഖിത്തി കിസ്റൽ ഖുബ്സി യസ്ദു ശുക്റൻ മാഉ മാഉ. ഇങ്ങനെ നിങ്ങളും ഈ പാട്ട് ചൊല്ലി നോക്കുക. അങ്ങനെ പൂച്ചയും നമ്മുടെ ഖിത്തും എല്ലാ കൂട്ടുകാരും കൂടെ അവിടെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഹമാമത്ത്, പ്രാവ് ഖിത്തിനോട് പറഞ്ഞു, തആൽ ഇലാ അസ്തിഖാഇന, വരൂ നമുക്ക് കൂട്ടുകാരുടെ അടുക്കലേക്ക് പോകാം. ഇനിയും കൂട്ടുകാരുണ്ടല്ലേ, സ്വാലിഹിന്റെ വീട്ടിൽ ധാരാളം കൂട്ടുകാരുണ്ട്. അപ്പോൾ ഹമാമത്ത് ഖിത്തിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടേക്ക്? മറ്റുള്ള കൂട്ടുകാരുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്? തആൽ, തആൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖിത്തിനെ കൊണ്ടുപോകുന്നത്. എന്താ തആൽ? വരൂ അല്ലേ, വരൂ. ഇലാ അസ്തിഖായിന, നമ്മുടെ കൂട്ടുകാരുടെ അടുക്കലേക്ക് വരൂ. അങ്ങനെ അവർ കൂട്ടുകാരുടെ അടുക്കലെത്തി. ആദ്യം എത്തിയത് ആരുടെ അടുക്കലാണ്? പശുവിന്റെ അടുക്കലാണ് അല്ലേ. അപ്പോൾ ഹമാമത്ത് ഖിത്തിനോട് പറയാണ്, ഹാദിഹി ബക്കറത്തുൻ, ഇത് പശുവാണ്. ഹാദിഹി എന്നാൽ ഇത്. നേരത്തെ നമ്മൾ ഹാദ എന്ന് പറഞ്ഞില്ലേ, ഹാദ എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഇത്. ഹാദ എന്നാൽ ഇത്, ഇവിടെ ഹാദിഹി ആണുള്ളത്. ഹാദിഹി എന്ന് പറഞ്ഞാലും ഇത്. ഹാദിഹി ബക്കറത്തുൻ, ഇത് ഒരു പശുവാണ്, ഇത് പശുവാണ് എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ഇത് ബക്കറത്താണ് എന്ന് ഹമാമത്ത് ഖിത്തിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ പശുവിന് എന്താ പറയുക? ബക്കറത്തുൻ. ഇതാണ് ബക്കറത്തുൻ. ബാ, ഖാഫ്, റാ, പിന്നെയുള്ളത് താ. അങ്ങനെയാണ് ബക്കറത്തുൻ എന്ന് എഴുതുക. അങ്ങനെ ഹാദിഹി ബക്കറ, ഇത് ബക്കറത്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ആരെ കണ്ടത്? നമ്മുടെ തത്തയെ കണ്ടത് അല്ലേ. അപ്പോൾ തത്തയെ കണ്ടപ്പോൾ തത്തയോട് പ്രാവ് പറയുകയാണ്, ഹായ് ബബ്ഗ, ബബ്ഗ ഹായ് അല്ലേ, ഹായ് എന്ന് വിളിക്കും അല്ലേ, നമ്മൾ ഒരാളെ കണ്ടല്ല ഹായ് എന്ന് വിളിക്കും. അങ്ങനെ ബബ്ഗഇനെ കണ്ടപ്പോൾ ഹായ് ബബ്ഗ എന്ന് വിളിച്ചു പ്രാവ്. ബബ്ഗ ഉൻ, തത്തക്ക് എന്താ പറയുക? ബബ്ഗ ഉൻ, തത്ത.
ബബ്ഗാ. അങ്ങനെ പിന്നെ ഇവരാരുടെ അടുക്കലേക്കാണ് പോയത്? കബിഷിന്റെ അടുക്കലേക്കാണ് പോയത്. ആരാ കബിഷ്? ഇതാണ് കബിഷ്, ആട് അല്ലേ. ഹാദാ കബിഷുൻ. പിത്തിനോട് ഹമാമത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ കബിഷുൻ, ഇത് കബിഷാണ്, ഇത് ആടാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ആ വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നു. ഒന്നാമത്തത് പശു അല്ലേ. പശുവിന് എന്ത് പറയും? വായിച്ചു നോക്കൂ. ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. ആദ്യത്തെ അക്ഷരം ബ, പിന്നെ ക, പിന്നെ റ, തുൻ. ബക്കറത്തുൻ. എന്ത് വായിക്കും? ബക്കറത്തുൻ, പശു. അടുത്ത അക്ഷരം, അടുത്ത വാക്ക് ബബ്ഗാഉൻ. ഇതില് ഗൈന് നമ്മൾ പഠിച്ചിട്ടില്ല. ബബ്ഗാഉൻ എന്ന് വായിക്കുക. തത്തക്ക് എന്താ പറയുക? ബബ്ഗാഉൻ. അടുത്തത് ആടാണ് അല്ലേ. ആടിന് കബിഷുൻ. ആടിന് എന്ത് പറയും? കബിഷുൻ എന്ന് പറയും. അങ്ങനെ ഇവര് എവിടെ എത്തി? ഒരു ചെറിയ കുളത്തിന്റെ അടുക്കലെത്തി. അവിടെ ഒരു കുളമുണ്ടല്ലേ. അപ്പോ പ്രാവ് ഹമാമത്ത് കിത്തിനോട് പറയുകയാണ്, നെറൂഹ്, നമുക്ക് പോകാം. എങ്ങോട്ട് പോകാം? കുളത്തിന്റെ അടുക്കലേക്ക് പോകാം അല്ലേ. അവിടെയോ? ഹുനാക്ക ബത്ത, അവിടെ ബത്തത്തുണ്ട്. എന്താ ബത്തത്ത്? ബത്തത്ത് എന്ന് പറഞ്ഞാൽ ബത്ത് തന്നെ അല്ലേ, താറാവ്. ഇതിനാണ് ബത്തത്ത് എന്ന് പറയുക. കുളത്തിന്റെ അടുക്കൽ ആരുണ്ട്? ബത്തത്തുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ബത്തത്ത്. അങ്ങനെ അവർ കുളത്തിന്റെ അടുക്കൽ പോയി. കുളത്തിന്റെ അടുക്കൽ പോയപ്പോൾ അവിടെ ബത്തത്ത് മാത്രമല്ല, വേറെയും ആളുണ്ട്. ആരാണ്? ഹാദാ സദീഖി ലഫ്ദ എന്ന് പറഞ്ഞുകൊണ്ട് തവളയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആര്? ഹമാമത്ത് കിത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? ഹാദാ സദീഖി ലഫ്ദ, ഇതെന്റെ കൂട്ടുകാരൻ ലഫ്ദ ആണ്. തവളക്ക് എന്താ പറയുക? ലഫ്ദ, തവള. അങ്ങനെ ലഫ്ദനെ കണ്ടു. ഇനി ഇവിടെ നോക്കൂ, താറാവുമുണ്ട് തവളയുമുണ്ട് അല്ലേ. താറാവ് ആദ്യം കൊടുത്തിരിക്കുന്നു. താറാവിന് എന്ത് പറയും? ബത്തത്തുൻ, ബത്തത്ത്, താറാവ്. പിന്നെ തവള, തവളക്ക് എന്താ പറയുക? ലഫ്ദഉൻ, തവള. ലഫ്ദ അതെങ്ങനെയാണ് എഴുതുക? ലാദ്. ആദ്യത്തെ അക്ഷരത്തിന്റെ നോക്കൂ, ആദ്യത്തെ അക്ഷരം ചുവന്ന നിറത്തിലുള്ള അക്ഷരം നോക്കൂ, അതാണ് ലാദ്. നമ്മൾ നേരത്തെ സ്വാദ് പഠിച്ചിരുന്നില്ലേ, ആ സ്വാദ് പോലെ തന്നെയാണ് ലാദും. എന്താണ് വ്യത്യാസം? ലാദിന്റെ മേലെ ഒരു കുത്തുണ്ട് അല്ലേ. സ്വാദിന്റെ മേലെ കുത്തില്ല, ലാദിന്റെ മേലെ കുത്തുണ്ട്. എഴുതുന്നത് ഒരേപോലെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ലാദിന്റെ മേലെ ഫതഹ് ഇട്ടപ്പോൾ എന്ത് വായിച്ചു? ല എന്ന് വായിച്ചു. ഇത് മാറിപ്പോകരുത്. കുത്തുള്ളത് ലാദാണ്, കുത്തില്ലാത്തത് സ്വാദാണ്. നോക്കാം. ഇവിടെ ലാദ് കൊടുത്തിരിക്കുന്നു അല്ലേ. ഇങ്ങനെയാണ് ലാദ്. സ്വാദ് എഴുതിയതുപോലെ ലാദും എഴുതണം. ഇങ്ങനെ ഏരോ മാർക്ക് കൊടുത്തതിന്റെ മേലെ കൂടെ, ഈ കുത്തിന്റെ മേലെ കൂടെ ലാദ് എഴുതുക, എന്നിട്ട് മേലൊരു കുത്തിടുക, എന്നാൽ ലാദായി. ഇവിടെ ലാദിന് നിറം കൊടുക്കുക. പിന്നെയോ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ഈ ഓരോ കളിയിലുള്ള വാക്കുകൾ നോക്കുക, എന്നിട്ടോ അതിലേതൊക്കെ അക്ഷരമാണുള്ളത് എന്ന് പറയണം. ഇവിടെ സുന്ദൂഖുൻ എന്നാണ് ഈ വാക്ക് വായിക്കുക. ഇതിലേതക്ഷരമാണുള്ളത്? ആദ്യത്തെ അക്ഷരം സ്വാദാണോ ലാദാണോ? സുന്ദൂഖുൻ, അപ്പൊ സ്വാദാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ വാക്കുകളെല്ലാം വായിച്ചു നോക്കണം. എന്നിട്ട് അതിൽ ലാദുള്ള വാക്കുകൾ നമ്മൾ കണ്ടെത്തണം. ലാദുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? നടുവിൽ ചുവന്ന വട്ടത്തിലൊരു ലാദ് എഴുതിയത് കാണുന്നില്ലേ, അതിലേക്ക് വരക്കണം. അപ്പൊ ഒന്നാമത്തെ വാക്ക്, ഒന്നാമത്തെ കളിയിലുള്ളത് സുന്ദൂഖുൻ എന്നാണ് അല്ലെ. സ്വാദാണ്, അതിൽ ലാദില്ല, അപ്പോൾ അത് വരക്കണ്ട. ഇനി അതിന്റെ അടിയിലുള്ളത് നോക്കൂ, ലൗ ഉൻ, അതിൽ ലാദുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്നും ഒരു വര ചുവന്ന ലാദിലേക്ക് വരക്കുക. പിന്നെയോ അതിന്റെ അടിയിൽ ലർസുൻ, അതിലും ലാദുണ്ട്, അതിൽ നിന്നും ഒരു വര ചുവന്ന ലാദിലേക്ക് വരക്കണം. പിന്നെ അടുത്ത ഭാഗത്ത് മേലെ ഉള്ളത് മിലറബ്, അതിന്റെ നടുവിൽ ലാദ് കാണുന്നുണ്ടല്ലേ, അതിൽ നിന്നും ഒരു വര ലാദിലേക്ക് വരക്കുക. അതിന്റെ താഴെയുള്ള വാക്കിൽ ലാദുണ്ടോ? ബുസ്താൻ എന്നാണ്, അതിൽ ലാദില്ല, അതുകൊണ്ട് അതിൽ നിന്നും വരക്കേണ്ട. ഇനിയോ ഏറ്റവും അടിയിൽ ഹൗലുൻ എന്ന് കാണുന്നുണ്ടല്ലേ, ഹൗലുൻ, അതിലെ അവസാനത്തെ അക്ഷരം ലാദാണ്, അതിൽ നിന്നും ലാദിലേക്കൊരു വര വരക്കുക. ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. അങ്ങനെ ഇവര് കുളത്തിലെത്തിയപ്പോൾ
നമ്മുടെ കിത്തിന്റെ കണ്ണ് എങ്ങോട്ടാണ് പോയത്? സമക്കിലേക്കാണ് പോയത്. കുളത്തിൽ കുറേ സമക്കുണ്ടാവും അല്ലേ, മീനുണ്ടാകും. അപ്പൊ മീനിനെ കണ്ടപ്പോൾ നമ്മുടെ കിത്തിന് വീണ്ടും കൊതിയായി. ആ മീനിനെ തിന്നണം എന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ് സമക് സമക് എന്ന് പറയുന്നു. കിത്ത് എന്താ പറയുന്നത്? സമക് സമക്, മീൻ മീൻ, നല്ല സന്തോഷത്തോടെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഹമാമത്ത് ചോദിക്കുന്നു കം കം എന്ന് ചോദിക്കുന്നു. എന്താ കം? എത്ര. കം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എത്ര മീനുണ്ട്, കുളത്തിൽ എത്ര മീനുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്രയുണ്ട് എണ്ണി നോക്കൂ. 1 2 3 ഉണ്ട് അല്ലേ. 3 മീനുകളാണ് ഉള്ളത്. ആ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് 3 എഴുതുക ഓരോന്നും? ആദ്യത്തെ കള്ളിയിലുള്ള ഇതെത്രയാണ്? ഇതാണ് 1. 1 എന്ത് പറയും? ഇതാ 1 മീനല്ലേ ഉള്ളത്. ഇതിന്റെ നേരെ ഒന്നാണുള്ളത് അല്ലേ, 1 മീനാണുള്ളത്. അപ്പൊ ഇത് 1. 1 അറബിയിൽ വാഹിദ് എന്നാ പറയുക. എന്താ പറയുക? വാഹിദ്, 1. ഇനി അടുത്ത വരിയിൽ 2 മീനുണ്ടല്ലേ. 2 മീൻ എന്ത് പറയും? 2 എന്ത് പറയും? ഇസ്നാനി. ഇങ്ങനെയാണ് 2 എഴുതുക. 2 എന്താ പറയുക? ഇസ്നാനി, 2. ഇനിയോ അടുത്ത വരിയിൽ എത്ര മീനാണുള്ളത്? 1 2 3 3 മീനുണ്ടല്ലേ. 3 ഈ സലാസത്തുൻ എന്ന് പറയും. 3 എന്ത് പറയും? സലാസ. ഇങ്ങനെയാണ് 3 എഴുതുക. ഓക്കെ, 1 2 3 എഴുതി പഠിക്കണം. 1 എന്ന് എഴുതുക, 2 എഴുതുക, 3 എഴുതുക. എങ്ങനെ പറയും? എങ്ങനെ എണ്ണും? വാഹിദ്, ഇസ്നാനി, സലാസ. അങ്ങനെയാണ് 1 മുതൽ 3 വരെ എണ്ണുക. 1 വാഹിദ്, 2 ഇസ്നാനി, 3 സലാസ. ഈ എഴുത്തൊക്കെ പഠിക്കണം. ഇവിടെയൊന്നും നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 അല്ലേ കൊടുത്തിട്ടുണ്ട്. വാഹിദ്, ഇസ്നാനി, സലാസ. നിറം കൊടുക്കുക. ഈ 3 അക്കങ്ങൾക്കും നിറം കൊടുക്കണം. എന്നിട്ടോ യോജിപ്പിക്കുകയും വേണം. 1 എന്നതിൽ നിന്നും എങ്ങോട്ടേക്ക് വരക്കണം? ഒരു കോഴിക്കുഞ്ഞിലേക്ക് വരക്കണം. അപ്പോൾ 1ൽ നിന്നും ഒരു കോഴിക്കുഞ്ഞിലേക്ക് വരക്കുക. അടുത്തത് ഇസ്നാനി അല്ലേ, 2. അപ്പൊ 2 എങ്ങോട്ടേക്ക് വരക്കും? 2 കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയുള്ളത്? താഴെയാണ് അല്ലേ. അപ്പൊ അതിലേക്ക് വരക്കുക. പിന്നെ സലാസ, 3 കോഴിക്കുഞ്ഞുങ്ങൾ എവിടെ? ഏറ്റവും മേലെ. അപ്പോൾ 3ൽ നിന്നും അവിടത്തേക്ക് ഒരു വര വരക്കുക. ഓക്കെ, ഇനിയോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ വായിക്കണം. നമ്മൾക്കറിയുന്ന വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്, അറിയുന്ന അക്ഷരങ്ങൾ തന്നെയാണുള്ളത്. ഒന്നാമത്തത് വായിക്കൂ. ബ ദ അ. അത് കൂട്ടി വായിച്ചാൽ ബദ അ. എന്നിട്ട് അതിൽ നിന്നും എങ്ങോട്ടേക്കാണ് ഒരു വര വരഞ്ഞിരിക്കുന്നത്? അടുത്ത കോളത്തിലെ താഴെയുള്ള വാക്കിലേക്കാണ് അല്ലേ. അത് വായിച്ചു നോക്കൂ. അതും ബദ അ എന്നാണ് വായിക്കുക. ആദ്യത്തേത് ഇത് ഓരോ അക്ഷരമായിട്ട് എഴുതിയതാണ് അല്ലേ. ബ ദ അ. ഇനിയോ ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇത് കൂട്ടി എഴുതിയതാണ്. ആദ്യത്തെ അക്ഷരം ബ, രണ്ടാമത്തെ അക്ഷരം ദ, മൂന്നാമത്തെ അക്ഷരം അ. ദാല് ഇങ്ങനെയാണ് കൂട്ടി എഴുതുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ബദ അ. അതേപോലെ ഇവിടെയുള്ള എല്ലാ വാക്കുകളും, ഒന്നാമത്തെ കോളത്തിലുള്ള എല്ലാ വാക്കുകളും ഈ നീല നിറത്തിലുള്ള കോളത്തിലുള്ള വാക്കുകളൊക്കെ ഓരോ അക്ഷരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. മഞ്ഞ നിറത്തിലുള്ള കള്ളിയിലുള്ളതോ കൂട്ടി എഴുതിയതാണ്. അപ്പോൾ കൂട്ടാതെ എഴുതിയ വാക്കിനെ കൂട്ടി എഴുതിയ വാക്കിനോട് യോജിപ്പിക്കണം, വരച്ചു ചേർക്കണം. രണ്ടാമത്തെ വാക്ക് എന്താണ്? റ വൈകു. ക സ്വ, റക്കസ. റക്കസ എന്നെവിടെ? ഇവിടെ ഉണ്ടല്ലേ. ഇതാണ് റക്കസ. റ ക സ്വ കൂട്ടി എഴുതിയിരിക്കുന്നു, റക്കസ. അടുത്ത വാക്ക് മൂന്നാമത്തെ വാക്ക് ദ റ സ, ദറസ. അതെവിടെ? ഏറ്റവും മേലെ ഉണ്ടല്ലേ, ദറസ. അത് കൂട്ടി എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് കൂട്ടി എഴുതാത്തത്? ദാലിന്റെ കൂടെ ഒരക്ഷരവും കൂട്ടി എഴുതാൻ പാടില്ല. അതേപോലെ റാഇന്റെ കൂടെയും കൂട്ടി എഴുതാൻ പാടില്ല. എന്നാൽ ദാലും റാവും മറ്റ് അക്ഷരങ്ങളുടെ കൂടെ കൂട്ടി എഴുതും. എന്നാൽ ദാലിന്റെയോ റാഇന്റെയോ കൂടെ വേറെ അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ പാടില്ല. ഇനി അടുത്തത് ഹ സ്വ ദ, ഹസ്വദ അല്ലേ. ഹസ്വദ എവിടെ? ഇവിടെയുണ്ട് ഹസ്വദ, ഏറ്റവും താഴെ. അവിടത്തേക്ക് വരക്കുക. ഹ എന്ന് കൂട്ടി എഴുതിയത് നോക്കൂ, കൂട്ടാതെ എഴുതിയത് ഹ നോക്കൂ, കൂട്ടി എഴുതിയത് നോക്കൂ.
ഹ സ്വാദും കൂട്ടി എഴുതിയിരിക്കുന്നു ദ, ഹസ്വദ. പിന്നെ കതബ, ക ത ബ, അതെവിടെ മേലെ ഉണ്ട് അല്ലേ, കതബ. ക എന്ന് കൂട്ടാതെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്, കൂട്ടി എഴുതുമ്പോൾ ഇതേപോലെ എഴുതി, കതബ. അടുത്തത് ലറബ, ആദ്യത്തെ അക്ഷരം ലാണ് അല്ലേ, ല റ ബ, ലറബ. അതെങ്ങനെ കൂട്ടി എഴുതി, ഇവിടെ ഉണ്ട് അല്ലേ, ല റ ബ, ലറബ. ഓക്കെ, ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുക. ഇതോടെ രണ്ടാമത്തെ യൂണിറ്റ് മുഴുവനും കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങാം.